ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും. ഈ രണ്ടുപേരും മൂളാത്ത ഒരു കൃഷ്ണഭക്തനോ ഭക്തയോ ഉണ്ടാകില്ല അല്ലേ? തൃശൂർ പട്ടണത്തിൽ നിന്ന് 26 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറു മാറി ഗുരുവായൂർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരിലാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്. ഏകദേശം 5000 വർഷം മുൻപാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. കൃഷ്ണാവതാര സമയത്ത് മാതാപിതാക്കളായ ദേവകിക്കും വസുദേവർക്കും കാരാഗൃഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവാണ് ഇവിടെയുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതാണ് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായി കാണുന്നതിനുള്ള ഒരു കാരണം. ആദ്യകാലത്ത് ഇതൊരു ഭഗവതി ക്ഷേത്രമായിരുന്നു. പഴയ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് ഇന്ന് ക്ഷേത്രമതിലകത്ത് വടക്ക് കിഴക്കായി ഇടത്തരികത്ത് കാണപ്പെടുന്ന പരാശക്തി, ദുർഗ, ഭദ്രകാളി സങ്കല്പങ്ങളോടുകൂടിയ ഭഗവതി. ഈ ദേശത്തിന്റെ സംരക്ഷണ മൂർത്തിയായി ഭഗവതിയെ കണക്കാക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വിഗ്രഹം ആദ്യം ബ്രഹ്മാവിന്റെ കൈവശമായിരുന്നു. ബ്രഹ്മാവ് തപസ് ചെയ്ത് ഭഗവാൻ മഹാവിഷ്ണുവിനെ സന്തോഷിപ്പിച്ചതിന്റെ ഫലമായി ബ്രഹ്മാവിന് ഭഗവാന്റെ തന്നെ രൂപം അദ്ദേഹം വിഗ്രഹമായി നൽകുകയായിരുന്നു. പിന്നീട് ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാലത്ത് ഈ വിഗ്രഹം ദ്വാരകയിൽ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ചെയ്തു. ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണത്തിന് ഒരുങ്ങുമ്പോൾ ഭക്തോത്തമനും ശിഷ്യനുമായ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു: ഉദ്ധവരെ, ഇന്നേക്ക് 7-ാം ദിവസം ദ്വാരക സമുദ്രത്തിനടിയിലാവും. അതിൽ ദ്വാരക മുഴുവൻ നശിച്ച് വെണ്ണീറാവും. എന്നാൽ 4 ജന്മങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും പൂജിച്ച പരമപവിത്രമായ വിഗ്രഹം മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരമാലകൾക്ക് മേലെ പൊങ്ങിക്കിടക്കും. ആ വിഗ്രഹം താങ്കൾ ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണം. തുടർന്ന് ശിഷ്ടകാലം തപസ്സനുഷ്ഠിക്കുവാനായി ബദരീകാശ്രമത്തിലേക്ക് പോവുക. ഭഗവാൻ പറഞ്ഞതുപോലെ ദ്വാരക 7-ാം ദിവസം സമുദ്രത്തിനടിയിലായി. ഉദ്ധവരുടെ നിർദ്ദേശപ്രകാരം ബൃഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക പൂർണ്ണമായും കടലെടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ 4 ജന്മങ്ങളിൽ ഭഗവാന്റെ മാതാപിതാക്കൾ പൂജിച്ച ദിവ്യ വിഗ്രഹം കടൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് അദ്ദേഹം കണ്ടു. അതെങ്ങനെയെടുക്കും എന്ന് ചിന്തിച്ച ഗുരു ബൃഹസ്പതി ഉടൻ തന്നെ തന്റെ ശിഷ്യനായ വായുദേവനെ വിളിച്ചു. വായുദേവൻ പ്രത്യക്ഷപ്പെട്ട് തിരമാലകളിലൂടെ വിഗ്രഹം കരക്കെത്തിച്ചു. വിഗ്രഹം പ്രതിഷ്ഠിക്കുവാനുള്ള സ്ഥലം അന്വേഷിച്ച് അവർ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു. ഒടുവിൽ ഭാർഗവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് കടലിനോടടുത്തായി അതിമനോഹരമായ ഒരു താമരപ്പൊയ്ക അവർ കാണാനിടയായി.